പാലാ പൊൻകുന്നം പാലത്തിനടിയിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാൻ ശ്രമിക്കാത്ത നഗരസഭാ അധികാരികളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ പരാതിക്കാരനായ അജി മാർക്കോസ് ശവപ്പെട്ടിയിൽ കിടന്ന് നിരാഹാര സത്യഗ്രഹം നടത്തി. പൊതുപ്രവർത്തകൻ ജോയി കളരിക്കൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പാലാ നഗരസഭയ്ക്ക് മുന്നിൽ അജി മാർക്കോസ് നടത്തുന്ന ഈ സമരം ധാർമ്മികമായ ഒരു സമരം മാത്രമാണ്. ഇത് പാലാ നഗരസഭ കഴിഞ്ഞകാല ഭരണസമിതി, ഇപ്പോഴത്തെ ഭരണസമിതി പറയാൻ പറ്റില്ല, കഴിഞ്ഞ 10-20 വർഷക്കാലം പാലാ നഗരസഭ ഭരിച്ചിരുന്ന ഭരണകർത്താക്കൾ നടത്തിയിട്ടുള്ള സ്വജനപക്ഷപാത അഴിമതിയുടെ പ്രകടമായ തെളിവുകളുടെ ഒരു ഭാഗമാണിത്. അതായത് നഗരസഭ ബങ്കുകൾ അനുവദിക്കുന്നതിന് ക്രമവിരുദ്ധമായിട്ടാണ്. അത് ഈ പാലാ മുനിസിപ്പാലിറ്റിയിൽ സ്ഥിരതാമസക്കാരായ അർഹരായ ഭിന്നശേഷിക്കാർ, വികലാംഗർ, കാഴ്ചക്കുറവുള്ളവർ അവർക്ക് അനുവദിച്ച് ഉപജീവനമാർക്ക് അനുവദിച്ച് കൊടുക്കേണ്ട ബങ്കുകൾ നഗരസഭയിൽ നിന്ന് പെൻഷൻ ഭീമമായ ശമ്പളം വാങ്ങി പെൻഷൻ പറ്റുന്ന ഭീമമായ പെൻഷനും വാങ്ങിയിരിക്കുന്നവർക്ക് നൽകുക എന്തൊരു നിലപാടാണ്, ക്രൂരമായ നിലപാട്. നഗരസഭയിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് നൽകിയിരുന്ന ബങ്ക് ലൈസൻസ് അനധികൃതമായി കൈക്കലാക്കി മറ്റൊരു സ്വകാര്യ വ്യക്തി ഇവിടെ കെട്ടിടം പണിയുകയും വാടകയ്ക്ക് നൽകുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെയാണ് അജി മാർക്കോസ് നഗരസഭയിൽ പരാതി നൽകിയത്. തുടർന്ന് ഹൈക്കോടതിയിലും സമീപിച്ചു. കോടതി നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് നഗരസഭ ലൈസൻസ് സസ്പെൻഡ് ചെയ്തെങ്കിലും കെട്ടിടം പൊളിച്ചു മാറ്റാൻ തയ്യാറായില്ല എന്ന് അജി ആരോപിച്ചു. ഞാനിപ്പോൾ നമ്മൾ പാലാ നഗരസഭ കാര്യാലയത്തിൻ്റെ മുമ്പിൽ ഇന്ന് നമ്മൾ നിശ്ചയിച്ച പോലെ തന്നെ ശവപ്പെട്ടിയിൽ ഒരു പ്രതിഷേധ നിരാഹാര സത്യാഗ്രഹമാണ്. ഇപ്പോൾ ഏകദേശം 4 മണിക്കൂർ പിന്നിട്ട്. നമ്മൾ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, വൈകിട്ട് 6 മണി വരെയാണ് ഈ സത്യാഗ്രഹം. ഇപ്പോൾ നമ്മൾ ഏകദേശം 4 മണിക്കൂർ പിന്നിട്ട് ഇരിക്കുകയാണ്. ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലാ പൊൻകുന്നം പാലത്തിനടിയിൽ സർക്കാർ ജീവനക്കാരനെ വിരമിക്കുന്ന സമയത്ത്, ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കൊക്കെ വിരമിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ബങ്ക് ഒരു എന്താ പറയുക, സ്വകാര്യ വ്യക്തി സർക്കാരിൻ്റെ റവന്യൂ പുറമ്പോക്ക് ഭൂമി കയ്യേറി ഒരു വലിയൊരു ബിൽഡിംഗ് സ്ഥാപിച്ചു. കഴിഞ്ഞ ടൈമിൽ പ്രതിപക്ഷ നേതാവും ബഹുമാനായ 18-ാം വാർഡ് കൗൺസിലറും ചൊള്ളാനി സാറ് നഗരസഭാ സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുത്തു. ഇവിടെ നഗരസഭയിൽ ഇങ്ങനെ ഒരു അനധികൃത കയ്യേറ്റം നടക്കുന്നുണ്ട്, വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവും 18-ാം വാർഡ് കൗൺസിലറും കഴിഞ്ഞ ടൈമിൽ പരാതി കൊടുത്തിട്ട് പോലും ഈ വിഷയത്തിൽ നഗരസഭ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊബൈൽ പാർക്ക് എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം, ആ മൊബൈൽ പാർക്കിൻ്റെ ട്രേഡ് മാർക്ക് ലൈസൻസ് ഓൾ ഇന്ത്യ എനിക്കാണ് അനുവദിച്ചിരിക്കുന്നത്. ആ ഒരു പേരിൽ മറ്റൊരു വ്യക്തി ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത് കണ്ടപ്പോൾ നമ്മൾ അതിനെ പ്രതികരിച്ചു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് ഈ നഗരസഭയിൽ ഇങ്ങനെ ഒരു അനധികൃത കയ്യേറ്റം നടന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടത്. താൽക്കാലിക ബങ്കിന് പകരം കെട്ടിടം നിർമ്മിച്ചത് നിയമവിരുദ്ധമാണെന്ന് വ്യക്തമായെങ്കിലും നടപടി സ്വീകരിക്കാത്തത് ഗുരുതരമായ ക്രമക്കേടാണെന്നും അജി മാർക്കോസ് പറഞ്ഞു. ശവപ്പെട്ടി സമരം കൊണ്ടും നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും ഉയർന്ന നീതിപീഠങ്ങളെ സമീപിക്കുമെന്നും അജി മാർക്കോസ് പറഞ്ഞു. i4A ന്യൂസ്, പാലാ.